ഹായ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഗതം. ഞാൻ ആർ.ജെ. അയ്യർ. ഞാൻ ആർ.ജെ. ലക്ഷ്മി. അപ്പൊ ചേട്ടാ, ഞാനിന്ന് പറയാൻ പോകുന്നത് പേടിയെ കുറിച്ചാണ്. പേടിയോ? ലക്ഷ്മിക്ക് എങ്ങനെ പേടി വരാൻ സാധ്യതയുണ്ട്? പേടിയുണ്ടോന്ന് വെച്ചാൽ എനിക്കും പേടിയുള്ളത് തന്നെയാണ്. നമ്മളെ പല ആൾക്കാർക്കും പലതിനെയും പേടിയാണ്. അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട് അവർക്ക് തീയെ പേടിയാണ്, വെള്ളത്തിന് പേടിയാണ്, അല്ലെങ്കിൽ ഇടിമിന്നലിനെ പേടിയാണ്, ഒറ്റപ്പെട്ടിരിക്കുന്നത് പേടിയാണ്, അല്ലെങ്കിൽ ചിലപ്പോ ഈ ചില ജീവികളെയൊക്കെ കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് പേടിക്കുന്നവരുണ്ട്. അങ്ങനെ പലതിനെയും, ചിലർക്ക് ഈ ഭൂതപ്രേത പിശാചുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ചില നോവൽസ് ഒക്കെ വായിച്ചിട്ട് പേടിച്ചുകൊണ്ട് നടക്കുന്നവരും ഉണ്ട്. അങ്ങനെ എന്റെ ചില കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഭയം എന്ന് പറയുന്നത് ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും ഉണ്ട്. എനിക്കും ഈവൻ ഇപ്പൊ ചോദിച്ച പോലെ തന്നെ എനിക്കും ചില കാര്യങ്ങളിലൊക്കെ ഭയമുണ്ട്. ലക്ഷ്മിക്ക് എന്തിനാണ് ഭയം? കൂടുതലായിട്ടുള്ള ഭയം? എനിക്ക് ഭയം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഭർത്താവിനെ പേടിയുണ്ടോ? ഇല്ല, ഭർത്താവിന് അത്ര പേടിയൊന്നുമില്ല. ശരി, പിന്നെ എന്തിനാണ് പേടി? അപ്പൊ എനിക്ക് ഭയമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ഒരു 18 വയസ്സായപ്പോഴത്തേക്ക് തന്നെ കാർ ലൈസൻസ് ഒക്കെ എടുത്തതാണ്. അപ്പോൾ അന്ന് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുമായിരുന്നു. ഡ്രൈവ് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ പഠിച്ചിറങ്ങിയ ടൈമിൽ എന്നെ പഠിപ്പിച്ച ഒരു മാഡം ഉണ്ട്, മാസ്റ്റർ ഉണ്ട്. അപ്പോൾ അവര് എന്നോട് ആ ടൈമിൽ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ അവരുടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു വണ്ടിയുണ്ട്. അപ്പൊ അത് നമ്മൾ ഒന്ന് കുട്ടികൾ പുതിയതായിട്ട് വരുന്നവരെ പഠിപ്പിക്കാമോ? അപ്പൊ അന്ന് ഞാൻ പഠിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് എനിക്ക് അതിന് സാധിക്കില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിലോട്ട് ഞാനൊരു അത്യാവശ്യം നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ 2 വീലറായിരുന്നു ഓടിച്ചിരുന്നത്. കോളേജിലൊക്കെ 2 വീലറായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കാറ് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമൊന്നും പിന്നീട് കിട്ടിയിട്ടില്ല. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ സാധാരണ സ്വാഭാവികമായിട്ട് അടുത്തിരുന്ന് അങ്ങനെ അത്യാവശ്യം കൂളായിട്ട് വിഷ്വൽസ് ഒക്കെ കണ്ട് അങ്ങനെ പോവുകയാണ്. പക്ഷെ ഇപ്പോ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയി 2-3 പ്രാവശ്യമൊക്കെ വീണ്ടും അത് ഒന്നുകൂടെ കൈ പഴക്കമൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ പുള്ളിക്കാരൻ നടത്തി. പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്കൊരു ഭയമാണ്. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്ക്, എന്നുവെച്ചാൽ ഇത് എടുത്തിട്ട് ഞാൻ റോഡിലൂടെ ഓടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു. അത് പിന്നെ ഞാൻ കൊണ്ടുപോകുന്നു വണ്ടിയിലും ചീറിപ്പാഞ്ഞ് വേറെ, എന്നുവെച്ചാൽ ഈവൻ ഞാൻ 2 വീലർ ഓടിക്കുകയാണെങ്കിൽ പോലും ഓപ്പോസിറ്റിൽ വണ്ടി വരുന്നതും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല പേടിയുണ്ട് ഈ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക്. അപ്പോ ഈ ഭയത്തെ കുറിച്ച് നമുക്കിന്ന് പറഞ്ഞാലെന്താ? നല്ല രസമുള്ള കാര്യമാണ്. ഭയം എന്ന് പറയുന്നത് പൊതുവില് മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങളിലെല്ലാം തന്നെ കാണപ്പെടുന്ന ഒന്നാണ്. ഇപ്പൊ നമ്മളൊരു കോഴിയെ പിടിക്കാൻ പോയാൽ അതിന് പേടി വരും. ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നാൽ അതിന് പേടി വരും. ചെറിയ പ്രാണികളൊക്കെ നമ്മളെ കാണുമ്പോൾ അത് പേടിക്കും. നമ്മളെ തന്നെ ചില ജീവികൾ ഭയപ്പെടുത്താൻ ശ്രമിക്കും. എങ്ങനെയും ഭയം എന്ന് പറയുന്നത് ഒരു പ്രതിരോധം സൃഷ്ടിക്കലാണ്. ശരിക്കും പറഞ്ഞാൽ പലതിൽ നിന്നും നമ്മളും കുട്ടികളെയൊക്കെ ഭയപ്പെടുത്താൻ ശ്രമിക്കും, മുതിർന്നവരെ പല കാര്യത്തിൽ ഭയപ്പെടുത്താൻ ശ്രമിക്കും. ഈ ഭയം എന്ന് പറയുന്ന ഒരു വികാരം മനുഷ്യരിൽ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ ഭയം എന്ന് പറയുന്ന കാര്യം ഉള്ളത്. എന്നാൽ സാമാന്യമായിട്ട് ഓരോരുത്തർക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങളെ പേടിയാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ ലക്ഷ്മിക്ക് ആ പേടി ഉണ്ടാവണമെന്നില്ല. അത് എൻ്റെ മാത്രം പേടിയായിരിക്കും. എനിക്കറിയാം, എൻ്റെ അവിടെ ഒരു പട്ടാളത്തിലുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നു, ഭയങ്കര ധൈര്യശാലിയാണ്. പക്ഷെ ഈ സിറിഞ്ച് എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പോലെ കുട്ടികളെ പോലെ കിടന്ന് കരയും, എന്നൊക്കെ കിടന്ന് ആക്കും. പുള്ളിക്കാരന് ഇഞ്ചക്ഷൻ കുട്ടിക്കാലം മുതലേ പേടിയാണ്. വേറെ എന്ത് കാര്യത്തിലും വലിയൊരു കിടങ്ങൊക്കെ ചാടി കിടക്കാൻ പറഞ്ഞാൽ നമ്മളൊക്കെ പേടിച്ചിരിക്കുന്നിടത്തൊക്കെ ചാടി കിടക്കും പുള്ളിക്കാരൻ. അപ്പൊ ഈ ഭയം എന്ന് പറയുന്നത് ഓരോരുത്തരിലും ഓരോന്നാണ്. നമ്മൾ ഏതൊരു സിനിമ കണ്ടിട്ടുണ്ട്, ജോക്കറിലാണെന്ന് തോന്നുന്നു, അവിടെ പുലിയെ നിയന്ത്രിക്കുന്ന ഒരു പരിശീലകന് എലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇങ്ങനെ ഓരോ വ്യക്തികൾക്ക് ഓരോ ഭയം ഉണ്ടായി വരും. ഇപ്പം ലക്ഷ്മിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നോക്കൂ, ലക്ഷ്മിക്ക് കാറ് ഓടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ കാറ് ഇപ്പോൾ ഓടിക്കാൻ പേടി. ഇതിൻ്റെ പ്രധാന കാരണം എന്തെന്നറിയുമോ? ഈ കാറ് ഞാൻ ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും വാഹനത്തിൽ ചെന്ന് ഇടിക്കുമോ, ഇതേതെങ്കിലും കുഴിയിൽ ചെന്ന് മറിഞ്ഞു പോകും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിപ്പോകുമോ എന്നുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ വിമാനത്തിൽ കയറുമ്പോൾ ഈ വിമാനം അങ്ങനെ പൊട്ടിത്തെറിച്ചു പോകും,
എന്നൊക്കെയുള്ള ഒരു പേടിയുള്ളവരുണ്ട്. വെള്ളത്തിലോട്ട് നീന്താൻ ഇറങ്ങണം, പക്ഷെ വെള്ളം കുടിച്ച് മരിച്ചു പോകുമോ എന്ന് പേടിയുള്ളവരുണ്ട്. ഇങ്ങനെ ഒരു ബൈക്കിന്റെ പുറകെ ഇരുന്ന് പോകണം, ബൈക്ക് എവിടെയെങ്കിലും മറിഞ്ഞു പോകുന്നു, ഒന്ന് ബൈക്ക് ഓടിക്കണം. എത്ര വട്ടം റോഡിൽ ഇറങ്ങി ഓടിക്കാൻ നോക്കിയിട്ടും ബൈക്ക് ഓടിക്കാൻ പറ്റാത്ത എത്ര പേര് ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ടെന്ന് അറിയാമോ? ഒരു ആക്റ്റീവ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും പക്ഷെ അത് അവിടെ ഇരിപ്പുണ്ട്, അവരതെടുത്ത് ഉപയോഗിക്കില്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം പേടി എന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ പേടി വരുന്നത് എന്താണ്? ലക്ഷ്മി എൻ്റെ ഒരു സൂചന നൽകി. ഈ വാഹനം പോയി ഇടിക്കുമോ മറ്റുള്ള അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ്. അതെ, നമ്മള് കാരണം നമുക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം. കാര്യം എന്താന്ന് പറഞ്ഞാലേ, ഇവിടെ ഇപ്പൊ ലക്ഷ്മി ഏറ്റവും കൂടുതൽ ഒരു ബൈക്ക് എടുക്കാൻ നോക്കുമ്പോൾ, അത് ഓടിക്കാൻ പോകുമ്പോൾ ലക്ഷ്മി കാണുന്ന വാർത്തകൾ, അന്ന് ധൈര്യം സംഭരിച്ചെടുക്കുമ്പോൾ സ്കൂട്ടർ അപകടം, സ്കൂട്ടർ ഓടിക്കാൻ എനിക്ക് പേടിയൊന്നുമില്ല. സ്കൂട്ടറൊക്കെ ഞാൻ നല്ലോണം ഓടിക്കും. ലക്ഷ്മിയുടെ കാര്യമല്ലേ പറയുന്നത്, ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ഒരാള്. അപ്പോഴ് അയാള് രാവിലെ ഒന്ന് ധൈര്യം സംഭരിച്ചെടുക്കാൻ നേരത്താണ് കാണുന്നത് ഇന്നടുത്ത അപകടത്തിൽ ഇന്ന യുവാവും യുവതിയും മരിച്ചു എന്ന് പറയും. അതേപോലെ കാറ് എടുത്ത് ധൈര്യപൂർവ്വം ഓടിക്കാൻ തുടങ്ങുമ്പോഴാണ് കാർ ആക്സിഡന്റ് ഇന്ന ആള് മരണപ്പെട്ടു പോയി. ഇതോടുകൂടി ആ ധൈര്യം സംഭരിച്ച് പോണ ആള് ആ വാഹനത്തെ കയറിയിരിക്കുമ്പോ നെഞ്ചെല്ലാം പിടച്ച് ആളുടെ ആകെ കൂടി എങ്ങനെയെങ്കിലും വെളിയിലിറങ്ങിയാൽ മതി എന്നുള്ളൊരവസ്ഥയാവും. ഇതുപോലെ തന്നെയാണ് ഓരോ ഭയത്തെയും നേരിടുന്ന ആൾക്കാർക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് എൻ്റെ പുസ്തകത്തിൽ ഞാനൊരു ചെറിയ കഥ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഇതാണ്, ഒരു മനുഷ്യൻ അയാളുടെ 70ാമത്തെ വയസ്സിൽ സൗജന്യമായിട്ട് ആൾക്കാരെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണ്. അപ്പോ സൗജന്യമായിട്ടാണ് വരുന്നവർക്കെല്ലാം ഇത് വന്ന് പഠിച്ചിട്ട് പോകാം എന്ന് പറയുകയാണ് ആ വൃദ്ധനായ മനുഷ്യൻ. അപ്പൊ ഇത് കണ്ടിട്ട് ഒരാൾക്ക് കൗതുകം തോന്നിയിട്ട് അദ്ദേഹം ഈ വൃദ്ധനായ മനുഷ്യന്റെ അടുത്ത് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് കുറെ പ്രായമായില്ലേ, ഇനി നിങ്ങൾക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളൊക്കെ മതിയാക്കിയിട്ട് വീട്ടിൽ പോയി ഇരുന്നൂടെ? അപ്പോ ആ വൃദ്ധൻ ചിരിച്ചിട്ട് പറയും, മതി, വീട്ടിലിരുന്നത് മതി. കാര്യം കഴിഞ്ഞ 56 വർഷം ഞാൻ വീട്ടിനകത്തിരുന്നതാണ്. ഈ 56 വയസ്സിന് ശേഷമാണ് ഞാൻ ഈ ലൈസൻസ് എടുത്ത് ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് എന്ന് പറയാണ്. അപ്പം ഈ കേട്ട ആളിന് കൗതുകം തോന്നും, എന്താ ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. അപ്പൊ പറയും, എൻ്റെ വീട്ടില് 3 കാറുണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ ഓടിക്കുന്നത്, എൻ്റെ പിതാവ് ഓടിക്കുന്നത്, അല്ലാതെ ഒരു കാറ് അല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ 3 കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കാറുകളൊന്നും എടുത്ത് നോക്കില്ല, എനിക്ക് ഓടിക്കാൻ വയ്യ. ഞാൻ ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, ഓരോരുത്തരെ കാറും ആയിട്ട് ചീറി പാഞ്ഞു പോകുമ്പോൾ ഇതെങ്ങനെയാണോ ഓടിക്കുന്നത്, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ? ഒരിക്കലും കഴിയില്ല, ഈ ജന്മത്ത് പറ്റില്ല എന്ന് തന്നെ ഞാൻ കരുതി. കാര്യം ഞാൻ വളയം പിടിക്കാൻ പോകുമ്പോൾ വണ്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ ഉരുണ്ടു പോകുന്നതായിട്ട് 1-2 അനുഭവം ആയപ്പോഴാണ് ഞാനിത് സ്റ്റോപ്പ് ചെയ്തത്. അന്നൊരു ഉച്ച സമയത്ത് ഞാനും പിതാവും മാത്രം വീട്ടിലുണ്ട്. അപ്പോഴാണ് പിതാവിന് പെട്ടെന്ന് കലശലായിട്ടുള്ള നെഞ്ചുവേദന. അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഞാൻ ചുറ്റുപാടുകളെല്ലാം നോക്കി, ആരെങ്കിലും വിളിച്ചൊന്ന് വണ്ടി എടുക്കാൻ വേണ്ടി നോക്കി, പക്ഷെ പറ്റിയില്ല, ഒരാളെയും കിട്ടാനില്ല. ഉള്ള ടാക്സികളെല്ലാം വിളിച്ചു നോക്കി, എല്ലാം എൻഗേജ്ഡ്, കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തിനെ അവിടെ എത്തിക്കണം. ഒടുവിൽ ഒരു ഹോസ്പിറ്റലിൽ ഉള്ള ഒരാൾ അരമണിക്കൂറിന് ശേഷം വൈകി ആംബുലൻസുമായിട്ട് പാഞ്ഞു വന്നു എൻ്റെ പിതാവിനെ ആ വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ പിതാവ് മരിച്ചുപോയി. അന്ന് എൻ്റെ മനസ്സിലൂടെ, എൻ്റെ കണ്ണിലൂടെ ഒഴുകിയ ആ ദുഃഖത്തിൻ്റെ അണക്കെട്ടിന് അറുതിയില്ലായിരുന്നു. പിതാവിൻ്റെ ഫ്യൂണറൽ ചടങ്ങെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ചെയ്തത്, എനിക്ക് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചിരിക്കണം എന്നുള്ള തീരുമാനത്തിലാണ്. ഞാൻ എത്ര വർഷം ട്രൈ ചെയ്തു ഈ ഡ്രൈവിംഗ്, ഈ വണ്ടി ഒന്ന് ഓടിക്കാൻ. പക്ഷെ ആ നിമിഷം ഞാൻ എടുത്ത തീരുമാനത്തിന് ഒരാഴ്ച കൊണ്ട് ഈ നിരത്തിലൂടെ ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറായി മാറാൻ എനിക്ക് കഴിഞ്ഞു. കാരണം വീട്ടിൻ്റെ വാതിൽക്കൽ 3 വാഹനം കിടക്കുന്നു. ഈ ഒരു വാഹനം ഞാനെടുത്ത് ഓടിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ
എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ എനിക്ക് രക്ഷിക്കാമായിരുന്നു സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ. എൻ്റെ പേടി ഒന്ന് കൊണ്ട് മാത്രം ഞാനതിന് തയ്യാറായില്ല. എൻ്റെ പേടി, ഈ അദ്ദേഹം പറഞ്ഞ ഈ പുല്ല് പേടി ഞാനത് ദൂരെ എറിയേണ്ട സമയം എന്നേ കഴിഞ്ഞിരുന്നു. ഇതുപോലെ എത്രയോ പേര് വീടുകളിൽ പേടിച്ച് വാഹനം എടുക്കാൻ വയ്യാതിരിക്കുന്നു. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഈ വാഹനം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റാത്തവർ. ഞാൻ പഠിക്കുക മാത്രമല്ല, ഇനി എനിക്ക് ഒരിക്കലും വാഹനം ഓടിക്കാൻ കഴിയുകയില്ല എന്ന് കരുതിയിരിക്കുന്നവർക്കെല്ലാം പാഠമാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഈ കൈകൾ കൊണ്ട് വളയം പിടിക്കാൻ ഒരുപാട് പേരെ വളയം പിടിപ്പിക്കാൻ ഞാൻ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ആയുസ്സുള്ള കാലം വരെ. ഈ പറഞ്ഞ കഥ എന്താണ് സൂചിപ്പിക്കുന്നത്? ലക്ഷ്മിക്ക് ഇത് കേട്ടപ്പോൾ എന്ത് തോന്നി? എന്താണ് തോന്നിയത്? ഭയപ്പെടുന്ന കാര്യത്തെ തുടരെ ചെയ്യുക. ഭയപ്പെടുന്ന കാര്യം തുടർച്ചയായിട്ട് ചെയ്യുക. ലക്ഷ്മിക്ക് രാത്രി ശ്മശാനത്തിന്റെ അരികിലൂടെ നടക്കണമെന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടി. ശ്മശാനം ലക്ഷ്മിക്ക് പോകാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലേ? ശ്മശാനത്തിന്റെ അടുത്തൂടെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. പക്ഷേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു അത്യാവശ്യം വീട്ടിൽ സംഭവിച്ചു, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ആ ശ്മശാനത്തിന്റെ അപ്പുറത്ത് ഒരു ഡോക്ടറുണ്ട്. ഈ ഡോക്ടറെ അടുത്ത് ഓടിയെത്തണം, സ്വാഭാവികമായും ഓടും ആവശ്യം വന്നപ്പോ, അല്ലെ? ഇതുപോലെ നീന്താൻ പേടി, വെള്ളത്തിലിറങ്ങാൻ പേടി, എന്തെങ്കിലും സംഭവിച്ചു, ഫ്ലൈറ്റിൽ കയറാൻ പേടി. ഏറ്റവും കൂടുതൽ പേരെ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ, വിമാനത്തിൽ കയറിയ ഈ വിമാനം പൊട്ടിത്തെറിച്ച് അങ്ങനെ പോകും എന്നുള്ള പേടി. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി പത്രം എടുത്ത് നോക്കണം. ഡെയിലി പത്രം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാസത്തിലൊരിക്കലോ, ചിലപ്പം 6 മാസത്തിലൊരിക്കലോ, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലാണ് ലോകത്ത് എവിടെയെങ്കിലും ഒരു വിമാനം തകർന്നതായിട്ട് കാണാൻ പറ്റുക. പക്ഷെ നിങ്ങളുടെ പത്രം എടുത്ത് നോക്കിയാൽ ഡെയിലി 10 ആക്സിഡന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. TV-യിൽ തുറന്ന ഇഷ്ടം പോലെ കാണാൻ പറ്റും. നിങ്ങളുടെ നാട്ടിൽ തന്നെ അപകടം പറ്റിയ ഒരുപാട് പേര് കാണും. ആക്സിഡന്റ്, ബൈക്ക്, കാറ്, റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ. പക്ഷെ ആ ബസ്സിലും കാറിലും ബൈക്കിലും എല്ലാം നിങ്ങൾ കയറും, യാതൊരു കുഴപ്പമില്ല. പക്ഷെ വർഷത്തിൽ എപ്പോഴോ പൊട്ടിത്തെറിക്കുന്ന ഒരു വിമാനത്തിൽ കയറാൻ നിങ്ങൾക്ക് പേടി. ആയിരക്കണക്കിന് വിമാനം ഡെയിലി നമ്മുടെ തലയ്ക്ക് മീതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. സാധാരണ വാഹനങ്ങളെക്കാൾ അപകട നിരക്ക് കുറഞ്ഞതാണ് വിമാനങ്ങൾ. എന്നാലും വിമാനം ഒന്ന് പറന്നു ഉയരുമ്പോൾ നെഞ്ചിൻ്റെ അകത്തൊരു പെരുമ്പടയായിട്ട് അറിയാവുന്നുള്ള മന്ത്രവും ജപിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകൾ അതിൽ കയറി അതിനെ ഒന്ന് ആസ്വദിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇതെല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ശീലം, കുറെ നാള് വിമാനത്തിൽ സഞ്ചരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതങ്ങ് അപ്രത്യക്ഷമാവും. ഒരു 5-6 വട്ടമൊക്കെ നിങ്ങൾക്ക് പേടി ഉണ്ടാവുള്ളൂ. പിന്നീട് വിമാനത്തിൽ കയറുമ്പോൾ സ്വാഭാവികമാണ്, ഇല്ലേ? അതായത് ഒരു കാര്യം, പേടിയുള്ള കാര്യത്തെ തുടരെ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും. കുട്ടിക്കാലത്ത് എനിക്ക് ഈ കതിനാവെടി, ക്ഷേത്രത്തിലെ വെടിക്കെട്ട് പേടിയാണ്. എവിടെയെങ്കിലും 4-5 വയസ്സ് എവിടെയെങ്കിലും ഇങ്ങനെ വെടി പൊട്ടിക്കുകയാണെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോവില്ല. പക്ഷേ എൻ്റെ ഉപനയന ആദ്യ കാര്യങ്ങളും കഴിഞ്ഞ് ഒരു ക്ഷേത്രത്തിൽ കയറുമ്പോൾ അവിടെ 24 മണിക്കൂറും പൊട്ടിപ്പാ കതിനാവെടി എന്നെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആദ്യം ഞെട്ടി വിറച്ചുകൊണ്ട് ദീപാരാധന സമയത്ത് ഇങ്ങനെ ഒഴിയാൻ നിർത്തണം പൊട്ട്, ഞാൻ വിറയ്ക്കും. പിന്നീട് ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കതിനാവെടിക്കാരൻ്റെ അടുത്ത് കാര്യവും പറഞ്ഞുകൊണ്ട് എത്രയോ ജീവിത സന്ദർഭങ്ങൾ കടന്നുപോയി. ഇതിപ്പോൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലും തരുന്നില്ല. എന്താണ്? ഇതിനെ അഭിമുഖീകരിച്ചതുകൊണ്ടാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ ഓക്കെ തന്നെയാണ്, ശരി തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ പേടിയുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മളെ പേടി മാറ്റും എന്ന് പറയുന്നത് ശരി. പക്ഷെ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പേടിയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കാര്യം പോസിബിൾ ആണോ? പറ്റും. പേടിയെ മാറ്റിയെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാക്കി വെക്കണം. ഇപ്പോ ലക്ഷ്മിക്ക് ആദ്യം പറഞ്ഞല്ലോ ശ്മശാനത്തിലൂടെ പോകാനാണ് പേടി, അതിൻ്റെ അരികിലൂടെ പോകാൻ പേടി. അപ്പോൾ ലക്ഷ്മി ആദ്യം ചെയ്യേണ്ടത്
ധൈര്യശാലിയായ ഒരാളെ, അതായത് ഈ ശ്മശാനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല, ഇതിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന ധൈര്യശാലി ഒരാളെ കൂട്ടിന് വിളിക്കാം. ഇയാള് കൂട്ടിന് വരുമ്പോൾ എന്ത് പറ്റും? നമുക്ക് പേടിയില്ല. ഇയാളുടെ ധൈര്യം മാത്രമല്ല, ഇയാൾ പറഞ്ഞ ഇത് ശരിയല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അയാളോടൊപ്പം നമുക്ക് കടന്നു പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ അവസ്ഥയായിട്ടൊന്ന് പരിചയപ്പെട്ടു. ഈ ശ്മശാനം ഞാൻ പറയുന്ന പോലെ അത്ര ഭീകരമൊന്നും അല്ല എന്ന് നമ്മൾ ആദ്യം കണ്ടു. അടുത്ത് രണ്ടാമത് പറയുക, നമുക്ക് ഒരുമിച്ച് പോവാം, പക്ഷെ ഇത്തവണ താങ്കൾ മുന്നിൽ നടക്കണം, ഞാൻ പിന്നാലെ വരും എന്ന് പറയണം. അതായത് ഇദ്ദേഹം കാര്യം പറഞ്ഞുകൊണ്ട് നടക്കും ശ്മശാനത്തിലൂടെ, ലക്ഷ്മി പിന്നാലെ നടക്കണം. പിന്നാലെ നടക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഒന്നും എല്ലാം പിടിക്കുമെന്നൊക്കെ നമുക്കൊരു പേടി തോന്നും. അപ്പൊ അതിനെ നമ്മൾ അഭിമുഖീകരിക്കണം. പിന്നാലെ നടക്കണം. എന്നാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും എന്തെങ്കിലും പുറകെ കൂടെ വരും. എന്നാൽ ആ പേടിയെ നമ്മൾ അനുഭവിക്കണം. ഇയാൾ മുന്നിലുണ്ടല്ലോ എന്ന ആശ്വാസത്തോടെ ചിന്തിക്കണം. ഇനി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാൾ നേരിട്ടുള്ളല്ലോ, ധൈര്യശാലിയായ ഇദ്ദേഹം ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്ന് അറിയുമോ? ഇദ്ദേഹത്തിനെ പിന്നിൽ നടത്തിയിട്ട് ഫസ്റ്റായിട്ട് ലക്ഷ്മി നടക്കണം. അതായത് ഇദ്ദേഹം പുറകെ കുറച്ച് ദൂരം ഇദ്ദേഹത്തിന്, അതായത് ഈ നമ്മള് കയ്യെത്തുന്ന ദൂരത്ത് കുറച്ച് പുറകിലൂടെ വരണം, ഞാൻ മുന്നേ നടക്കാം എന്ന് പറയണം. അപ്പൊ ഇദ്ദേഹം കുറച്ച് ബാക്കിലൂടെയാണ് എങ്കിലും ഞാൻ നടക്കുകയാണ്, നമുക്ക് എന്തെങ്കിലും മുന്നിൽ കൂടെ വന്നു കഴിഞ്ഞാൽ പുറകേക്കാണ് ഇദ്ദേഹം കണ്ടിട്ട് എന്നെ രക്ഷിക്കും എന്നുള്ള കാര്യമുണ്ട്. ഒപ്പം നമുക്ക് ഇതേ എക്സ്പീരിയൻസ്, ഇപ്പം കൂടെ നടന്നു, പിന്നിലൂടെ മുന്നിൽ ആൾ നിന്ന് നയിച്ചു, ഇപ്പൊ പിന്നിൽ നിന്ന് നയിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് പറയേണ്ടത് എന്തെന്നറിയുമോ? ഇല്ല, താങ്കൾ കുറച്ച് ദൂരെ കൂടി പിന്നിൽ നിന്നും നല്ല ദൂരമായിട്ട് നിന്നോളൂ, ഞാൻ ആദ്യം നടക്കാം, പക്ഷെ താങ്കൾക്ക് എൻ്റെ മേലിൽ കണ്ണുണ്ടാവണ തരത്തിൽ താങ്കൾ എന്നെ ഫോളോ ചെയ്യും എന്ന് പറയണം. നല്ല ഡിസ്റ്റൻസ് ഇട്ട് നടക്കണം. നല്ല ഡിസ്റ്റൻസ് ഇട്ട് നടക്കുമ്പോഴും നമുക്കൊരു ധൈര്യം വരും. അപ്പൊ പറയും, ഇനിയൊരു കാര്യം ചെയ്യാം, ഇനി എൻ്റെ ഒരു വിളി കേൾക്കുന്ന ദൂരത്തിൽ അങ്ങ് നിൽക്കണം, എന്നിട്ട് ഞാൻ ഈ നടക്കാൻ തുടങ്ങി ഈ സ്ഥലത്തൂടെ. അങ്ങനെ നമ്മൾ ആ രീതിയിൽ അതിനെ ഓവർകം ചെയ്യും, ആ പേടി. എന്നിട്ട് പറയണം, അടുത്ത് പറയേണ്ടത്, താങ്കൾ മൊബൈൽ ഫോണിൽ ഞാനിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിൽ എവിടെയെങ്കിലും വീട്ടിലെവിടെയെങ്കിലും നിൽക്കണം, പക്ഷേ എൻ്റെ മൊബൈലിൽ ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, അതിന് വേണ്ടിയിട്ട് താങ്കൾ നിൽക്കണം എന്ന് പറയണം. എങ്ങനെ? ആ കടമ്പയെ നമ്മൾ കടന്നു പോകണം. അടുത്ത് പറയണം, വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നമ്മളടുത്ത് ഫൈനൽ സ്റ്റെപ്പ് ഒറ്റയ്ക്ക് നടന്നു പോകും. ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇത് ഇച്ചിരി പേടിയോടുകൂടിയാണെങ്കിൽ അവസാനത്തെ ദിവസം പേടിയുണ്ട്, പേടിയോടെ നമ്മളതിനെ കടന്നു പോകും, തിരിച്ചു വരും. പിന്നെ നമുക്ക് ഈ നടന്നു പോകാൻ, ഞാനിപ്പം 5-6 സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. ഇത് ഏതൊരു കാര്യത്തിൽ, ഡ്രൈവിങ്ങിലാണെങ്കിൽ ആളെ കൂടെ ഇരുത്തണം, ആദ്യം നന്നായിട്ട് പഠിക്കണം, പിന്നീട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിയിരിക്കണം, പിന്നെ അദ്ദേഹം വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യണം, 4ാമത് അദ്ദേഹത്തിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യണം, 5ാമത് നമ്മൾ സ്വയം എടുത്ത് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യണം, 6ാമത്തെ തവണ നമ്മൾ എന്ത് ഭയപ്പെടുന്നു, ചിലപ്പോൾ ഒരു സിറ്റിയിലെ ട്രാഫിക്കിൻ്റെ ഇടയിൽ നിന്നു പോകുന്നൊക്കെ ആയിരിക്കും നമ്മുടെ പേടി. അതിനെ എല്ലാം വണ്ടി നടുക്ക് നിന്നുകൊണ്ടെങ്കിൽ നിന്നോട്ടെ. എത്രയോ വണ്ടികൾ, നല്ല വണ്ടികളായിരിക്കും, നല്ല ഡ്രൈവേഴ്സ് ആയിരിക്കും, എത്രയോ വാഹനത്തിന്റെ കേടുപാടുകൾ കൊണ്ട് നിന്നു. ഇത് എന്ത് പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ ഇത്തരം സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തേ പറ്റുള്ളൂ. ഭയം മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ കയറി ഇരുന്നാൽ പോരാ, നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം, അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഒരു ഭയത്തെ മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഭയത്തെ നമുക്ക് ഈ രീതിയിൽ ഓവർകം ചെയ്യാം. ഓക്കെ, പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരിൽ രോഗങ്ങളെ കുറിച്ചുള്ള ഭയമുണ്ട്. ചില ആൾക്കാർ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുഴ പോലെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ക്യാൻസറസ് ആണോ, അങ്ങനെ വല്ലതും ആണോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടാവാറുണ്ട്. പല കാര്യങ്ങളിലും ഇതുപോലെ രോഗഭീതി കൊണ്ട് ആൾക്കാർ ഭയപ്പെടാറുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇന്ന കാര്യം കൊണ്ട് അതൊരു രോഗമായിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് രോഗമാണോ എന്ന് ചിന്തിച്ച് ഭയപ്പെടുന്ന ആ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഓവർകം ചെയ്യാം? ലക്ഷ്മിയുടെ ചോദ്യം ഈ രോഗഭീതി എന്ന് പറയുന്നത് വേണമെങ്കിൽ പ്രത്യേക ഒരു എപ്പിസോഡിൽ ചെയ്യേണ്ടുന്ന കാര്യമാണ്. കാര്യം ഈ രോഗഭീതി എന്ന് പറയുന്നത്
ഒരു മാനസിക വൈകല്യമാകുന്ന ഒരു അവസ്ഥയുണ്ട്. രണ്ടാമത് രോഗഭീതി നമുക്കെല്ലാം വേണം, ഒരു കോൺഷ്യസ് ആയിരിക്കണം. ഒരു ശരീരത്തിലൊരു മുഴ വന്നു എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതൊരു ക്യാൻസർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതല്ല എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ ശരീരത്തിലൊരു മുഴ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ ആണോ എന്ന് നമ്മൾ ഡോക്ടറെ കണ്ട്, ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ടോ മറ്റോ, അല്ലെങ്കിൽ ഒരു സർജന്റെ സേവനം ഉപയോഗിച്ച് നമ്മൾ നോക്കണം. പക്ഷെ 1-2 ഡോക്ടർമാർ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെയും ഇത് ഇങ്ങനെ സംശയം കൂടുതലായി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് രോഗഭീതിയാവുന്നത്. ഒരു നായ 1 കിലോമീറ്റർ അകലെ കടന്നു പോകുമ്പോൾ ഈ നായ എന്നെ ഓടി വന്ന് കടിച്ചു, അതിന്റെ സ്രവം വല്ല തെറിച്ചു, എനിക്ക് വല്ല പേവിഷബാധ വരുമോ, എനിക്കറിയാം. അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ സംശയം വരുമ്പോ അവിടെ ഒരു രോഗഭീതിയാണ്. പിന്നെ വേറൊന്നുള്ളതെന്ന് പറഞ്ഞാല് ചെറിയൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇന്നൊന്ന് നാളെ പോവും, പക്ഷേ അത് ബ്രെയിൻ ട്യൂമർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം വന്നേ ഉള്ളൂ, പിറ്റേ ദിവസം ആയപ്പോൾ മാറി. പക്ഷെ ഈ തലവേദന തുടങ്ങിയ നിമിഷം മുതൽ ഈ ആള് രോഗഭീതിയിലാവുന്നു. ഇന്റർനെറ്റ് എടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു, തലയുടെ ഈ ഭാഗത്താണോ എന്നെല്ലാം നോക്കുന്നു. ഇത് ഓവറായിട്ട് അന്നത്തെ ദിവസം ഫുള്ള് ടെൻഷനാക്കി എല്ലാ ഡോക്ടർമാരെയും അതിനിടയ്ക്ക് ഈ ടെസ്റ്റ് നടത്താൻ പോകുന്നു, ആ ടെസ്റ്റ് നടത്താൻ പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഈ തലവേദന പോയി കഴിഞ്ഞു. പക്ഷെ ഇയാളുടെ ടെസ്റ്റിന്റെ റിസൾട്ടൊക്കെ അന്ന് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത് ഇച്ചിരി ഓവർ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇത് രോഗഭീതി എന്ന് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ വലിയൊരു കാര്യമാണ്. പല ഡോക്ടേഴ്സും അവരുടെ ടൈറ്റിൽ യൂട്യൂബിൽ തന്നെ കൊടുക്കുന്നത്, തംബ്നെയിൽ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളുണ്ടോ എങ്കിൽ ഈ രോഗമായിരിക്കാം. ചില ബ്ലോഗുകളുടെ തലക്കെട്ട് ഇവർക്ക് ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടി ഇത്തരം കാര്യങ്ങളെ പൊലിപ്പിച്ചു കൊടുക്കുക. നമ്മള് ശരീരം മെലിച്ചിൽ, പിന്നെ ശരീരത്തിൽ ചുവന്ന പാടുകൾ വരിക, ഒരു അലർജി കണ്ടീഷനോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രമേഹമുള്ളവർക്കോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു കാര്യമായിരിക്കും. ഇവൻ ഗൂഗിളിൽ ഈ 2 കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം വന്ന് HIV എന്നായിരിക്കും. അതോടുകൂടി ഇയാള് താനൊരു HIV ബാധിതനാണെന്ന് പേടിക്കണം. ഇയാള് എന്നിട്ട് ഡോക്ടറെ കാണിക്കുന്നില്ല. മിക്കവരും ഈ രോഗഭീതിയുള്ളൊരു ഡോക്ടറെ കാണിക്കില്ല. ഈ രോഗഭീതിയും വെച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഇതാണെന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിരിക്കും. അപ്പൊ ഈ രോഗഭീതി എന്ന് പറയുന്നതിന് മാറ്റിവെക്കും. പ്രധാന കാര്യം ഞാൻ കാണുന്നത് അനാവശ്യമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. നമ്മൾ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണം. പക്ഷേ ആരോഗ്യ മാസികകൾ, ഒരുപാട് തരത്തിലുള്ള മാസികയുണ്ട്, പല പബ്ലിഷേഴ്സിൻ്റെ, അതെല്ലാം പുറകെ നടക്കാതിരിക്കുക. യൂട്യൂബിൽ ഇത് മാത്രം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കുക. ഇത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് അഡിക്റ്റ് ആവുകയും എന്ത് കാര്യത്തിൽ നമ്മൾ തെറ്റായിട്ടുള്ള ധാരണകളിൽ എത്തിച്ചേരുകയും ചെയ്യും. നമ്മളല്ല അവിടെ ഒരു ധാരണ. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി ഡോക്ടറോ അല്ല ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹം തീരുമാനം എടുക്കട്ടെ. നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഒന്നും ഇല്ല. നമ്മൾ അവിടെ കണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് ഒരു ഏജ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസൃതമായിട്ടുള്ള ചില ബോഡി ചെക്കപ്പുകളൊക്കെ ഒരു 6 മാസം കൂടുമ്പോൾ, 1 വർഷം കൂടുമ്പോഴൊക്കെ ചെയ്യും. അതൊക്കെ നല്ലതല്ലേ? അതാണ് രോഗഭീതി മാറ്റാനുള്ള കാര്യം. പക്ഷെ രോഗഭീതി ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു മാനസിക വൈകല്യത്തിലേക്ക് പോകും. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു പകുതി ഭയം പോയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ നല്ല വിശദമായിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും പകുതി ഭയം പോയ സ്ഥിതിക്ക് അടുത്ത ദിവസം തന്നെ കാറൊന്ന് ഓടിച്ച് നോക്കിയാലോ? അപ്പൊ ചേട്ടനെ പിടിച്ച് അടുത്ത് ചേട്ടൻ്റെ സൈഡിൽ ഇരുന്നാൽ മതി. ഞാൻ സൈഡിലിരിക്കാം തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും ഡ്രൈവിംഗ് വീലിലാണ് ഇരിക്കുന്നത്. ലക്ഷ്മിയാണ് സൈഡിൽ ഇരിക്കുന്നത്. ഇനി ലക്ഷ്മി എന്നെ സൈഡിലെടുത്തിട്ട് ലക്ഷ്മി ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ചിത്രം മാറ്റണം. ഈ ചിത്രം മാറ്റുക എന്ന് പറയുന്നത്, ലക്ഷ്മി ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? ആക്സിഡന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചെന്ന് വീഴുക, അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ടുപോയി ഇടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിത്രമാണ് വയ്ക്കുന്നത്. മാത്രമല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നത്തിലാണ്, നമ്മൾ അല്ലെങ്കിൽ സ്ലോയിൽ ഓടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുറകെ വരുന്നവർക്ക് എന്ത് തോന്നും, അതൊക്കെയാണ് നമ്മളെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങൾ. അപ്പൊ ഈ ചിത്രത്തെ മാറ്റണം. അതെ, ലക്ഷ്മി ആദ്യം ചെയ്യേണ്ടത് എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭർത്താവിനെയും ഞാൻ അടുത്തിരുത്തി ഈ തിരക്കുള്ള ഇതിലൂടെ സന്തോഷം, ഒരു പാട്ടൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. എന്ത് രസകരമായിട്ടുള്ള മൊമെൻ്റാണ്. അതായത് ആക്സിഡൻറ്റിനെ കുറിച്ചോ മറ്റുള്ള ചിത്രങ്ങളെ എടുത്തങ്ങ് മാറ്റണം.
നമ്മൾ ചിത്രത്തെ മാറ്റിയാൽ മാത്രമേ നമ്മൾ ഉള്ളിൽ നമ്മൾ സബ് കോൺഷ്യസിന് കൊടുത്തോണ്ടിരിക്കുന്ന അപകടം എന്നുള്ളൊരു സിഗ്നലാണ്. പകരം സന്തോഷം എന്ന് പറയുന്ന ഒരു സിഗ്നൽ അവിടെ കൊടുക്കണം കേട്ടോ. ഇപ്പൊ വിമാനത്തിൽ കയറാൻ പേടിയുള്ള ഒരാൾ എന്ത് ചെയ്യണം? എത്ര സുന്ദരിമാരായിട്ട് എയർ ഹോസ്റ്റസ്മാരെ ഇരിക്കുന്ന എന്ത് ഭംഗിയാണ് ഇവരെ കാണാൻ. ഇവരെന്നും ഇങ്ങനെയല്ലേ പോണേ ഈ വിമാനത്തിൽ? എന്തായാലും പൊട്ടിത്തെറിച്ചാലും ഇവരോടൊപ്പം തന്നെയാണല്ലോ ഞാനും മുകളിലോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ ചിത്രത്തെ ഒന്ന് മാറ്റി പിടിക്കണം. ഇപ്പൊ നീന്താൻ പോകുമ്പോ എല്ലാവർക്കും ഒന്നും നീന്താൻ പറ്റുന്നില്ല. ഞാൻ നീന്തി കഴിഞ്ഞ് ഇനിയിപ്പം നാട്ടിൽ നല്ലൊരു പെരുവെള്ളം വന്നാല് ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഇത് നീന്തി കരകയറി പോകുമല്ലോ. എങ്ങനെ പോസിറ്റീവായിട്ട് ഓരോ കാര്യത്തെയും ചിന്തിച്ചു തുടങ്ങണം. അതായത് നമ്മൾ മുങ്ങിത്താഴുമല്ലോ, വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുങ്ങിത്താഴുമല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ രക്ഷപ്പെടുമല്ലോ എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അപ്പൊ എന്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ അതിന്റെ നെഗറ്റീവായിട്ടുള്ള ചിത്രത്തെയാണ് മനസ്സിൽ വെച്ചിരിക്കണേ. ആ നെഗറ്റീവായിട്ടുള്ള ഏതൊരു വിഷയത്തിനെയും അവിടെ നമ്മളെ ഒരു ചില്ല് ചെയ്യുന്ന ഹാപ്പി ആയിട്ടുള്ള മൊമെന്റിനെ നമ്മളവിടെ കൊണ്ടുവരണം ചിത്രത്തിൽ. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഏതൊക്കെ? ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാണെങ്കിൽ ഈ ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ എൻ്റെ അസുഖം മാറുമല്ലോ, എനിക്ക് ഹാപ്പി ആയിട്ട് പോകാമല്ലോ, മറ്റുള്ള അടുത്ത് ചില്ല് ചെയ്യാമല്ലോ, അടുത്തൊരു കല്യാണമുണ്ട് അല്ലെങ്കിൽ വേറെ അടുത്ത് പോകാം, ഈ അസുഖം ഒന്ന് പെട്ടെന്ന് മാറി കിട്ടാനാണ് ഇവർ ഇഞ്ചക്ഷൻ എടുക്കുന്നത് എന്ന് ചിന്തിക്കാം. ഓപ്പറേഷനെ പേടി എൻ്റെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി ഈ സയൻസ് ഈ ഓപ്പറേഷൻ തന്നിരിക്കുകയാണ്. ഇതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഈ രോഗത്തെ റിക്കവർ ചെയ്യാം, എന്നിട്ട് ഞാൻ രക്ഷപ്പെട്ടു വരുമല്ലോ എന്ന് ചിന്തിക്കാം. ഏത് തരം പേടിയും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള പേടിപ്പിക്കുന്ന ചിത്രങ്ങളെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. പക്ഷെ അത് എപ്പോഴും ആദ്യമേ തുടങ്ങിയിരിക്കണം. ഈ പേടിപ്പിക്കുന്ന ചിത്രത്തിന് ഒരു പോസിറ്റീവായിട്ട് നമ്മളിരിക്കുന്ന ആ മുഹൂർത്തത്തിൽ നമ്മളിപ്പം എന്തിനെയാണ് ഭയപ്പെടുന്നത് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കാണാൻ ശ്രമിക്കണം. ലക്ഷ്മി സമാധാന പാട്ടും കേട്ട് ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുമ്പോഴേ ചിരി വരും ഉള്ളില്. എന്ത് രസകരമായിരിക്കും. ഇതാണല്ലോ നമ്മൾ എക്സ്പീരിയൻസ്. നമ്മൾ കാർ ഓടിക്കുമ്പോൾ അൾട്ടിമേറ്റ് എയിം ഇതാണല്ലോ, അതിനെ മാത്രം ചിന്തിക്കൂ. നമുക്ക് എന്ത് വേണമെന്നുള്ളത് ചിന്തിക്കൂ, അതോടുകൂടി ഭയം മാറും. നല്ലൊരു ഐഡിയ ആണത്. അപ്പൊ ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തി ആവുമെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന അറിവുകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് നല്ല വിഷയം, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഇതിനേക്കാൾ മികച്ചതായിട്ടുള്ള നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്മേലുള്ള അനുഭവങ്ങൾ ഇതിലേക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്കുള്ള ഒരു പേടിയെക്കുറിച്ച് രേഖപ്പെടുത്താം. ഒരു പേടി ഉണ്ടായിരുന്നു, അത് നിങ്ങൾ എങ്ങനെ മാറ്റി എന്നുള്ള കാര്യം ഇതിന് കീഴെ രേഖപ്പെടുത്താം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം നൽകുന്നതാണ് നിങ്ങൾ ഒരു പേടിയെ മാറ്റിയ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇല്ലേ ലക്ഷ്മി? അതെ. അപ്പോൾ എന്തായാലും പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇതാ ഈ നിമിഷം മുതൽ അതെല്ലാം കളഞ്ഞേക്കുക. അപ്പോൾ ഞാനെന്താ എൻ്റെ പേടിയൊക്കെ ഇതാ ഈ നിമിഷം കളഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അപ്ഡേറ്റ് ഒക്കെ ഇടാം കേട്ടോ. വണ്ടി ഓടിക്കുന്നതിന്റെ വീഡിയോ RJ എടുത്തു തരും. അപ്പോൾ ഞാനത് ഇട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടും വരെ നിങ്ങളുടെ സ്വന്തം RJ ലക്ഷ്മി. RJ. നമസ്കാരം. നമസ്തേ.